ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അഗസ്തീനോസിൻ്റെ നൊവേനയുടെ 9-ാം ദിനത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. നിന്നിൽ ഞങ്ങൾ സമാശ്വാസം കണ്ടെത്തുകയും നിന്നിൽ ഞങ്ങൾ ദർശിക്കുകയും ചെയ്യും. നിൻ ദർശനം ഞങ്ങളിൽ സ്നേഹം നിറയ്ക്കും, നിൻ സ്നേഹം ഞങ്ങളിൽ സ്തുതി ഉണർത്തും. ഇതുതന്നെയാണല്ലോ ഞങ്ങളുടെ ജീവിതാവസാനത്തിൽ അവസാനമില്ലാത്തതായി ഞങ്ങൾ കണ്ടെത്തുന്നതും. വിശപ്പോ, ദാഹമോ, രോഗമോ, ദാരിദ്ര്യമോ, വേദനയോ, തിരസ്കരണമോ, ദുരിതങ്ങളോ, കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അവിടെ എന്തുണ്ടാവുമെന്ന് എനിക്ക് പറയാനാവില്ല. എന്തവിടെ ഇല്ല എന്നെനിക്കറിയാമെങ്കിലും അവിടെയുള്ളത് കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യനും ഇന്നേവരെ വെളിപ്പെടുത്തി കിട്ടാത്തതുമാണ്. നമ്മുടെ ഈ ഭൗമിക ജീവിതത്തിൽ ആ വലിയ മഹത്വത്തെ സ്നേഹിക്കാനും അഭിലഷിക്കുവാനും അതിനായി തീക്ഷ്ണമായി ദാഹിക്കുവാനും നമുക്ക് കഴിയും. എന്നാൽ അതേക്കുറിച്ച് യഥാവിധി ചിന്തിക്കാനോ വാക്കുകളാൽ വർണ്ണിക്കുവാനോ സാധ്യമല്ല തന്നെ. തീർച്ചയായും എനിക്കതിന് സാധ്യമല്ല. ഇനി അതിന് പ്രാപ്തനായ ഒരുവനെ നിങ്ങൾ കണ്ടെത്തുന്ന പക്ഷം എന്നെയും അദ്ദേഹത്തിൻ്റെ പാഠശാലയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക. എന്നാൽ നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും അധീനനായവൻ തന്നെ നമ്മെ തിരുവചനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിച്ചരുളും. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. നിത്യമായി അവർ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേക്ക് സ്തുതി അർപ്പിക്കുക എന്നതിലുപരിയായി യാതൊന്നും അവർക്കവിടെ ആവശ്യമില്ല. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ അഗസ്തീനോസിൽ അങ്ങ് നൽകിയ ചൈതന്യത്തെ അങ്ങേ സഭയിൽ നവീകരിക്കണമേ. ഈ വിശുദ്ധൻ്റെ ദിവ്യജ്ഞാനത്താൽ നിറഞ്ഞ് നിത്യസ്നേഹത്തിൻ്റെയും അനന്തജ്ഞാനത്തിൻ്റെയും ഉറവിടമായ അങ്ങേക്ക് മാത്രം ഞങ്ങളുടെ ഹൃദയങ്ങൾ ദാഹിക്കട്ടെ. അതുവഴി സഹോദരങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായഹസ്തം നീട്ടുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.